നോക്കുമ്പോഴത്തേച്ചാണ് നമ്മൾ നോക്കുന്നത് write a program to find the sum of digit of a given number. അതായത് യൂസർ ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിനനുസരിച്ച് നമുക്ക് ആ നമ്പറിന്റെ ഉള്ള ഡിജിറ്റിന്റെ സമ്മ് കാണും. ഫോർ എക്സാമ്പിൾ 123 എന്നുള്ള നമ്പറാണെങ്കിൽ അതിലെ ഡിജിറ്റുകളുടെ ടോട്ടൽ എത്രയാണ്? 2 5 6 6. ഇത് നമുക്ക് കണ്ടിരിക്കും. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കാണാം 123. ആ നമ്പറിന് നമുക്ക് എന്തുകൊണ്ട് 10 കൊണ്ട് മോഡുലസ് കാണാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഷിഫ്റ്റ് 3 കിട്ടും. രണ്ടാമത്തെ വട്ടം 12 എന്ന് പറഞ്ഞ സംഖ്യനെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ മോഡുലസ് കാണാം. അത് 2 കിട്ടും. അങ്ങനെ കിട്ടുന്ന സമ്മുകൾ നമ്മൾ ഒരു വേരിയബിളിലിട്ടിട്ട് സം ചെയ്ത് വരും. ഓക്കെ, ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, enter your number. Please scan a file. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു വേരിയബിൾ കൊടുക്കാം, index. Scan of percentage d ഒരു മീനിങ് തന്നെ കൊടുക്കാം, നമ്പർ. ഓക്കെ, ഉടനെ പറയാം നമുക്ക് ആൻഡ് നം. നമ്മൾ വാല്യൂ റീഡ് ചെയ്തു. എക്സാമ്പിൾ 1 2 3 ആണ് വിചാരിക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഓട്ടത്തിന്റെ റിമൈൻഡറും കാണണം. പിന്നെ ആ നമ്പറിന്റെ നമ്മൾ ഇൻഡിജർ പാർട്ടാക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? നമുക്കൊരു വാല്യൂ യൂസ് ചെയ്യാം. വൈ നമുക്ക് എന്ത് പറയാം? നം സീറോ നോട്ട് ഈക്വൽ ടു സീറോ ആവുന്ന വരെ ചെക്ക് ചെയ്യാം. നോട്ട് ഈക്വൽ ടു സീറോ. നമുക്ക് ഇതിന്റെ റിമൈൻഡർ കാണാം. ഓക്കെ, അപ്പൊ നമുക്കൊരു വേരിയബിൾ നമുക്ക് കൊടുക്കാം, റിമൈൻഡർ. പിന്നെ ഒരു വേരിയബിൾ നമുക്ക് സം കാണാം, സം. ഓക്കെ, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനീഷ്യലൈസ് ചെയ്യാം. 0 equal to 0, sum equal to 0. റിമൈൻഡർ ഈക്വൽ ടു നമുക്ക് പറയാം നം മോർ 1 കൊണ്ട് നമ്മളിതിന്റെ ഹരിക്കുമ്പോ എത്രയാണ് മോഡ് എന്ന് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ 1 2 3 ആണ് വെച്ചാൽ അതിന്റെ മോഡ് എത്രയാവും? 3 നമുക്ക് റിമൈൻഡർ കിട്ടും. അത് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്യുന്നു? സം പ്ലസ് ഈക്വൽ ടു റിമൈൻഡർ. ഫസ്റ്റ് നമ്മൾ റിമൈൻഡർ ഉണ്ട്, ആ റിമൈൻഡറിലുള്ള വാല്യൂ നമ്മൾ സമ്മിനൊപ്പം ആഡ് ചെയ്യുന്നു. ഓക്കെ, 3 നമ്മൾ ഇതിനോടൊപ്പം ആഡ് ചെയ്യും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ 1 2 3 എന്ന് പറഞ്ഞിട്ടുള്ളതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എന്നാലും നെക്സ്റ്റ് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 12നെ 10 കൊണ്ട് മോഡ് കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിവിടെ പറയാം നം ഈക്വൽ ടു നം ബൈ 10. ഓക്കെ, 1 2 3 ആണ് വെച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ 3 ഇവിടെ ചെക്ക് ചെയ്തു, നോട്ട് ഈക്വൽ ടു 0. റിമൈൻഡർ 3 ആണ്, 3 ആഡ് ചെയ്തു. 1 2 3 ബൈ 10 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12 വരും.
നോട്ട് ഈക്വൽ ടു 0 ആണ് നോക്കും. അതെ, റിമൈൻഡർ എന്ത് വരും? 12 മോഡ് വരും. അപ്പോ സം 3 + 5 5 പറഞ്ഞിട്ട് ആഡ് ചെയ്യും. പിന്നെയും 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 ആവും. 1 നോട്ട് ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യും? ആ റിമൈൻഡർ ഇതിലൂടെ ആഡ് ചെയ്യാം. അങ്ങനെ ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാം. ഇതിനൂടെ എന്ത് പറയാം? Sum of digit equal to percentage d പറയാൻ കൂടെ സം സിസ്റ്റം ഫിറ്റ് ചെയ്യാം. എക്സ്പെക്ടഡ് നോട്ട് ഈക്വൽ ടു ടോക്കൺ. അവിടെ നോട്ട് ഇവിടെ നമുക്ക് പറയാം നോട്ട് ഈക്വൽ ഫിറ്റ് ചെയ്യാം. Sum of digit equal to 6. ശരി, വേറെ 4 9 15 9 4 13 2 11. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം കറക്റ്റാണ്. നമ്മൾ എന്ത് ചെയ്തു? ഒരു നമ്പറോടെ കൊടുത്തു. ആ നമ്പർ സ്കാൻ ചെയ്തെടുത്തു. നമ്പർ 0 ആവുന്നവരെ ഈ ലൂപ്പിൽ വർക്ക് ചെയ്യിച്ചു. അതിന്റെ റിമൈൻഡർ നമ്മൾ സമ്മിറ്റത്ത് ആഡ് ചെയ്തു. എന്നിട്ട് ആ നമ്പർ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ജസ്റ്റ് അത് ഓക്കെ.